നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്കന്ദഷഷ്ടിയെക്കുറിച്ചാണ് കേട്ടോ. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് സ്കന്ദഷഷ്ടി, ഒക്ടോബർ മാസം 27-ാം തീയതി. എല്ലാ മാസവും ഷഷ്ടി ഉണ്ടെങ്കിൽ കൂടെ എല്ലാ മാസവും ഷഷ്ടി ആചരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ തുലാമാസത്തിലെ ഷഷ്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഒന്ന് രണ്ട് തരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ്റെ ജനനത്തെ പറ്റിയും അതേപോലെ തന്നെ ശൂരപത്മാസുരനെ വധിച്ച ദിവസമൊക്കെ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു കഥ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ എങ്ങനെയാണ് സ്കന്ദഷഷ്ടി വ്രതം നോൽക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ വ്രതം നോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത്, അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ഷിപ്രപ്രസാദിയാണ് കേട്ടോ സുബ്രഹ്മണ്യ സ്വാമി. നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം ലഭിക്കുന്ന പറയാം. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടും മംഗല്യ സൗഭാഗ്യത്തിനായിട്ടും ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, കുട്ടികളുടെ ആളെന്നാ പറയാം. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, അതായത് വളരെ കാലം കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് പുത്രഭാഗ്യം ലഭിക്കാനും അതേപോലെ മക്കളുണ്ടാകാനായിട്ട്, പൊതുവായിട്ട് മക്കളുണ്ടാകാനായിട്ട്, അതേപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ശ്രേയസ്സിനും ക്ഷേമത്തിനും അവർക്ക് സദ്ബുദ്ധി തോന്നിക്കാനും അവരുടെ സ്നേഹം മാതാപിതാക്കൾക്ക് ലഭിക്കാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന പറയാം. അപ്പോൾ അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൂടാതെ ആദ്യം തന്നെ നമ്മൾ ഭഗവാന്റെ അലങ്കാരമാണ് കേട്ടോ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ മത്സ്യാവതാര രൂപത്തിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അരയ്ക്ക് കീഴ്പോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് 4 തൃക്കൈകളോട് കൂടിയിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഈ മഹാപ്രഭുവായിട്ട്, അതായത് 4 തൃക്കൈകളോടൊക്കെ കൂടി വരുമ്പോൾ ഞാൻ മുൻപും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് വരുന്ന ഗുരുവായൂരപ്പനായിട്ടാണ് എപ്പോഴും തോന്നുക അല്ലേ. അതേപോലെ തന്നെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഭഗവാന്റെ ആ ഒരു സംരക്ഷണം നമുക്ക് എല്ലായ്പ്പോഴും ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നന്നായി ആ ഒരു രൂപത്തെ, മത്സ്യാവതാര രൂപത്തെ, ഭഗവാന്റെ രൂപത്തെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് സ്കന്ദഷഷ്ടിയെ കുറിച്ച് പറയാം കേട്ടോ. ആദ്യം തന്നെ സ്കന്ദഷഷ്ടി വ്രതം എങ്ങനെ എടുക്കേണ്ടതെന്നാണ് പറയണത്. സാധാരണയായിട്ട് ഒന്നുകിൽ 6 ദിവസം മുന്നേ തന്നെ വ്രതം എടുത്തു തുടങ്ങുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കാൻ സാധിക്കാത്തവർക്ക് സ്കന്ദഷഷ്ടിയുടെ അന്ന് മാത്രമായിട്ട് വ്രതം എടുക്കാം. സാധാരണ എങ്ങനെയാണോ നമ്മൾ വ്രതം എടുക്കുന്നത് അതേപോലെ തന്നെയുള്ള ചിട്ടകൾ പാലിച്ചുകൊണ്ടാണ് കേട്ടോ. തലേ ദിവസം പഞ്ചമി തിഥിയിൽ ആരംഭിക്കാം. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. പിന്നീട് ഇത് ഒരിക്കലുമാണ്, പിന്നീട് ഒന്നും കഴിക്കരുതെന്നാണ് പറയാം രാത്രി സമയങ്ങളിലൊന്നും. പക്ഷെ സാധിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പഴമോ പാലോ വെള്ളമോ ഒക്കെ വളരെ കുറച്ച് ഒന്ന് സേവിക്കാവുന്നതാണ് കേട്ടോ. പിറ്റത്തെ ദിവസം അതിരാവിലെ എണീറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്താം. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം. അത് വളരെ ഉത്തമമാണ്. പിന്നെ ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകൾ നടത്താം കേട്ടോ. ഭഗവാൻ അഭിഷേക പ്രിയനാണെന്നാ പറയുക. അതായത് പാലഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, ഭസ്മാഭിഷേകം, അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ആ വഴിപാടുകൾ നടത്താവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ മുരുകൻ്റെ നാമങ്ങൾ ഉച്ചരിക്കാം, സ്കന്ദൻ്റെ കവചം ചൊല്ലാം. ഇതൊക്കെ അന്നത്തെ ഒരു ദിവസം, എല്ലാ ഷഷ്ടി ദിവസങ്ങളിലും പ്രത്യേകിച്ച് സ്കന്ദഷഷ്ടിയുടെ അന്നും നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും ഉപവാസമാണ് ഏറ്റവും മികച്ചതായിട്ട് പറയുന്നത്. പക്ഷെ അത് സാധിക്കാത്തവരുണ്ടായിരിക്കും. സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടവർ, അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അങ്ങനെയുള്ളവരൊന്നും ഉപവാസം നിഷ്ഠയായിട്ട് അത് പാലിക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇപ്പോൾ പഴവർഗ്ഗങ്ങളോ പാലോ പിന്നെ വെള്ളമോ ഒക്കെ കുടിച്ചുകൊണ്ട് ഇപ്പം ജീവൻ നിലനിർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കണമല്ലോ, അതിനു വേണ്ടി മാത്രം. അല്ലാതെ വയറ് നിറച്ച് കഴിക്കാമെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചത് വയറ് നിറച്ച് പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കരുത്. പൂർണ്ണമായിട്ടും ഉപവസിച്ച് നടത്തണമെന്നാണ് പറയുക. അതിന് സാധിക്കാത്തവരാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കഴിവതും
രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നും കഴിയാതിരിക്കുന്നവരാണ് പാല് കുടിക്കുക അല്ലെങ്കിൽ പഴം കഴിക്കുക എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് അന്നത്തെ ആ ഒരു ദിവസം ചിലവഴിക്കേണ്ടത്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത് അല്ലേ. അപ്പോൾ മുരുകൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് വ്രതമെടുക്കാം. പിന്നെ പിറ്റത്തെ ദിവസം സപ്തമി തിഥിയിലാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. അത് ഇതുപോലെ ഒന്നുകിൽ തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിക്കാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ തലേ ദിവസം തുളസിയിൽ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക, പിറ്റേ ദിവസം ആ തുളസി തീർത്ഥം എടുത്തിട്ട് കുടിക്കാവുന്നതാണ്. അങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് സ്കന്ദഷഷ്ഠി വ്രതം എടുത്തു കഴിഞ്ഞാൽ, പൊതുവേ ഷഷ്ഠി വ്രതം നോറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തിയെ കുറിച്ചാണ് കേട്ടോ. ക്ഷിപ്രപ്രസാദിയാണെന്ന് പറഞ്ഞല്ലോ. മുരുകനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുന്ന പറയാം. എന്തൊക്കെ ദോഷങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം മാറ്റിത്തരും. പിന്നെ നല്ലത് നടക്കാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം നീക്കിത്തരും. ഇപ്പോൾ ചൊവ്വാദോഷമുള്ളവരെ, അതേപോലെ തന്നെ ഗൃഹദോഷം, സർപ്പദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറ്റിത്തരും ഭഗവാൻ. അതേപോലെ തന്നെ ദാമ്പത്യത്തിലെ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദാമ്പത്യ സുഖം ലഭിക്കാനായിട്ട്, നല്ല കുട്ടികൾ ഉണ്ടാവാനായിട്ട്, ശത്രുനാശമല്ല കേട്ടോ, ശത്രുതാനാശം. അപ്പോൾ ആരെങ്കിലും തമ്മിൽ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ ആ ശത്രുത അങ്ങോട്ട് ഒഴിവാക്കി തരും. അതിനൊക്കെ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും അമ്മമാർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ഠിവ്രതം നോൽക്കാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രിയപ്പെട്ട ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സുബ്രഹ്മണ്യൻ്റെ അടുത്തേക്ക് പോകാം. നല്ല കുട്ടികൾ ജനിക്കാനായിട്ട്, ഇപ്പോൾ ഏറെ കാലം കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനായിട്ടും, നല്ല സദ്ഗുണങ്ങളുള്ള സന്താനങ്ങൾ ഉണ്ടാകാനായിട്ടും, കുട്ടികളുടെ സ്നേഹം മാതാപിതാക്കൾക്ക് ലഭിക്കാനായിട്ടും. ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ പലരും പല വഴിക്കൊക്കെ പോകും, പിന്നെ ശ്രദ്ധിക്കാതെയൊക്കെ വരില്ല. അപ്പം അങ്ങനെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഷഷ്ഠി വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ വിദ്യയ്ക്കായിട്ടും അവരുടെ ശ്രേയസ്സിനായിട്ടും അവർക്കൊപ്പം എപ്പോഴും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന പറയാം ഷഷ്ഠി വ്രതം നോറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ കുട്ടികളെ വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കൂടുതലായിട്ടും എടുക്കുന്ന ഒരു വ്രതമായിട്ടാണ് ഷഷ്ഠി വ്രതത്തെക്കുറിച്ച് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത്. കൂടാതെ സർപ്പദോഷങ്ങൾ തീരാനായിട്ടും ഷഷ്ഠി വ്രതം നോൽക്കാറുണ്ട് കേട്ടോ. സർപ്പദോഷം മാറാനായിട്ട് സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് സർപ്പങ്ങളുമായിട്ടും സുബ്രഹ്മണ്യനായിട്ടും ബന്ധം എന്ന് എല്ലാവർക്കും ഒരു ചിന്ത വരും. അങ്ങനെ ഒരു ബന്ധമുണ്ട് കേട്ടോ. ബ്രഹ്മാവിന്റെ അടുത്ത് ചെറിയൊരു പിണക്കുണ്ടായി സുബ്രഹ്മണ്യന്. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ബ്രഹ്മാവിനെ ബന്ധനസ്ഥനാക്കി. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ബ്രഹ്മാവ് ശപിച്ചു. ഭയങ്കര ഉഗ്രമായിട്ടുള്ള സർപ്പമായി പരിണമിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിച്ചത്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ അമ്മയായിട്ടുള്ള പാർവതി ദേവിക്ക് വലിയ സങ്കടമായി. തൻ്റെ മകനെ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കണില്ല, ഉഗ്രമായ സർപ്പമായിട്ടാണേ. അപ്പോൾ അത് മാറാനായിട്ട് ഇനി എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഷഷ്ഠിവ്രതം നോൽക്കുകയാണ് പാർവതി ദേവി. മഹാദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് താരക ബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ തന്നെ, അതായത് സുബ്രഹ്മണ്യനെ തന്നെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പാർവതി ദേവി ഷഷ്ഠിവ്രതം നോൽക്കുകയാണ് കേട്ടോ. 108 വ്രതങ്ങളാണ് പാർവതി ദേവി നോറ്റത്. അപ്പം അതിലെ അവസാനത്തെ ദിവസം, അതായത് 108ാമത്തെ ഷഷ്ഠി നോൽക്കുന്ന ദിവസം സുബ്രഹ്മണ്യനെ ഭയങ്കരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ആ ഒരു രൂപത്തിലുള്ള സർപ്പമായിട്ട് കാണപ്പെട്ടു എന്നാ പറയുന്നത്. അന്ന് മഹാവിഷ്ണുവാണ് തൻ്റെ സ്പർശനത്തിലൂടെ സുബ്രഹ്മണ്യനെ പൂർവ്വസ്ഥിതിയിലാക്കിയത്, അതായത് യഥാർത്ഥ രൂപത്തിലാക്കിയത്. അപ്പം അത് അന്ന് അവസാനത്തെ ആ ഒരു ഷഷ്ഠി ദിവസമാണ് അന്ന് ആ രൂപം ലഭിച്ചത്. അപ്പം അതുകൊണ്ടാണ് നാഗപ്രതിമ വെച്ചിട്ടുള്ള സുബ്രഹ്മണ്യ പൂജ നടത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ അതായത് സർപ്പദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളൊക്കെ സർപ്പദോഷത്തിൻ്റെ ഫലമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയും സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സർപ്പാരാധനയ്ക്ക് സുബ്രഹ്മണ്യനുമായിട്ടൊരു ബന്ധമായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സുബ്രഹ്മണ്യൻ്റെ ജനനത്തിന് കാരണമായ ഒരു സന്ദർഭത്തെക്കുറിച്ചും എത്രയൊക്കെ പേരുകൾ എങ്ങനെയൊക്കെയാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. മഹാദേവനും അതേപോലെ തന്നെ പാർവതി ദേവിക്കുമാണ് പുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പം ഇതിന് വളരെ മുൻപ് സതിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ദക്ഷയാഗം നടക്കുമ്പോൾ സതി അഗ്നിയിൽ ചാടിയിട്ട് ആ ഒരു ദേഹവിയോഗം നടത്തിയല്ലോ. അപ്പോൾ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ട് കഠിന തപസ് അനുഷ്ഠിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ശുക്രാചാര്യരുടെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അത് അസുരൻ്റെ, അതായത് അസുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ്റെ പുത്രിയാണ്. അവരുടെ പേര് മായ എന്നാണ്, കുമാരി മായയാണ്.
അപ്പോൾ ഈ മായ എന്താ ചെയ്തതെന്നറിയോ? കശ്യപ മുനിയെ വശീകരിച്ചിട്ട് എന്ത് ചെയ്തു? 3 പുത്രന്മാർക്ക് ജന്മം നൽകി. ആ പുത്രന്മാരാണ് ശൂരപത്മാസുരൻ, സിംഹവക്ത്രൻ, അതേപോലെ തന്നെ താരകാസുരൻ. ഈ 3 പുത്രന്മാർക്കും ജന്മം നൽകിട്ടോ. അപ്പോൾ ഇവരാണെങ്കിലോ എന്താ ചെയ്തതെന്നറിയോ? ശിവനെ പിന്നെയും തപസ് ചെയ്തിട്ട് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ, വരങ്ങൾ ചോദിക്കും. അതേപോലെ തന്നെ ഭഗവാനും വരങ്ങൾ ചോദിച്ചു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ചിന്തിച്ചത്, ഭഗവാൻ അതായത് മഹാദേവൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സതിയുടെ വിയോഗത്തിൽ മനസ്സ് നൊന്നിട്ടാണ് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവന്റെ പുത്രനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആള് മാത്രമേ തന്നെ വധിക്കാനായിട്ട് പാടുള്ളൂ, അതായത് ശിവപുത്രൻ മാത്രമേ ഞങ്ങളെ വധിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള വരം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, കാരണം തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വരം അവർ ആവശ്യപ്പെട്ടത്. അതായത് ശിവന്റെ പുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനായിട്ട് പാടുള്ളൂ, അങ്ങനെ കഴിയുകയുള്ളൂ, അങ്ങനെയുള്ള വരാണ് അവർ ചോദിച്ചത്. അപ്പോൾ വരം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ ചെയ്യാം? അഹങ്കാരികളായി തീരൂലേ? നമ്മൾ പഴയ കഥകളിലൊക്കെ, ആ കേട്ട കഥകളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഇതുപോലെ ദുഷ്ടന്മാർക്ക് അസുരന്മാർക്ക് വരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മഹാ അഹങ്കാരികളായി തീരും. അതേപോലെ തന്നെ ഇവർ 3 പേരും ഇവരെന്താ ചെയ്തത്? ദേവലോകമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് തുടങ്ങി, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അങ്ങനെ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ദേവലോകത്ത് അനുഭവിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു തീരുമാനം വേണമല്ലോ, എങ്ങനെയും സഹായിക്കണം, മഹാദേവനെ ഉടനെ തന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും സതീദേവി പാർവതിയായിട്ട് പുനർജനിച്ചിട്ടുണ്ടായിരുന്നു, ഹിമവാന്റെ പുത്രിയായിട്ട്. അങ്ങനെ കാമദേവന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ശിവന്റെ തപസ്സൊക്കെ മാറ്റിയിട്ട് ശിവനോട് പറയാണ്, ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇവരെ ഉടനെ തന്നെ വധിക്കണം, അതിനുള്ള പരിഹാരം കാണണം, അങ്ങയുടെ പുത്രന് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശിവന്റെ അതായത് മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് ഒരു തേജസ് ഉയർന്നു വരികയാണ്. ഈ ഒരു തേജസ്സിനെ വായുഭഗവാനും അഗ്നിദേവനും കൊണ്ടുവന്നിട്ട് ഗംഗാനദിയിലെത്തിച്ചു. ഗംഗാനദിയാണ് അതിനെ ശരവണ പൊയ്കയിൽ എത്തിക്കുന്നത് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് സുബ്രഹ്മണ്യൻ അവതരിക്കുന്നത്. അപ്പോൾ ശരവണ പൊയ്കയിൽ വെച്ചിട്ട് അവതരിച്ചത് കൊണ്ടാണ് ശരവണഭവൻ എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത്. അങ്ങനെ ആ ഒരു സമയത്ത് മഹാവിഷ്ണു എന്താ ചെയ്തതെന്നറിയോ? ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവതകളായിട്ടുള്ള 6 കൃത്തികമാരുണ്ട്, അവരോട് ഈ കുഞ്ഞിനെ പാലൂട്ടാനായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു 6 കൃത്തികമാർ പാലൂട്ടിയത് കൊണ്ടാണ് കാർത്തികേയൻ എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഓരോ കൃത്തികാദേവിയുടെ അടുത്തും ഓരോ മുഖങ്ങളായിട്ടാണ് സുബ്രഹ്മണ്യൻ എത്തിയത്, അതുകൊണ്ട് ആറുമുഖൻ എന്നുള്ള പേരുണ്ട്. അതേപോലെ തന്നെ സർവ്വസൈന്യാധിപനായി, ഈ ദേവന്മാരുടെ എല്ലാം അവരുടെ ഈ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവതരിച്ചത്. അങ്ങനെ സർവ്വസൈന്യാധിപനായി. അപ്പോൾ ദേവസേനാപതി എന്നുള്ള പേരുണ്ട്. ഭഗവാനെ മഹാദേവന്റെ ആ ഒരു തൃക്കണ്ണിൽ നിന്ന് ജനിച്ചത് കൊണ്ട്, ആ ഒരു തേജസ്സായിട്ട് ജനിച്ചത് കൊണ്ട് സ്കന്ദൻ എന്നുള്ള പേര് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുരുകനെ, അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇത്രയധികം പേരുകൾ ഉണ്ടായത് കേട്ടോ. ഇനിയാണ് യുദ്ധം നടക്കുന്നത്. താരകാസുരനുമായിട്ടും സിംഹവക്ത്രനുമായിട്ടും യുദ്ധം ചെയ്തിട്ട് അവരെ വളരെ വേഗം തന്നെ വധിച്ചു കേട്ടോ സ്കന്ദൻ. പക്ഷേ ശൂരപത്മാസുരനെ വധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല, കാരണം അയാൾ ഒരു മായാവിയാണ്. ഈ മായ കൊണ്ട് ഭഗവാൻ സ്കന്ദനെ മറച്ചു. അപ്പം പിന്നെ വധിക്കാനായിട്ട് സാധിക്കണില്ല. അങ്ങനെ പാർവതി ദേവി പിന്നെയും വ്രതം എടുത്തു തുടങ്ങി. അങ്ങനെ വ്രതം എടുത്തിട്ട് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ആ മായയെ ഇല്ലാതാക്കുന്നത്. ഒരു പാർവതി ദേവി തന്നെയാണ് ശൂലം കൊടുക്കുന്നത് കേട്ടോ വധിക്കാനായിട്ട്. അങ്ങനെയാണ് ശൂരപത്മാസുരനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ വധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു വധിച്ച ദിവസം കൂടിയായിട്ടാണ് സ്കന്ദഷഷ്ഠി അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കന്ദഷഷ്ഠിയെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും പറയാനുള്ളത്. നമ്മൾ ഗുരുവായൂരപ്പനെ പറയുന്ന ആ കൂട്ടത്തിൽ സുബ്രഹ്മണ്യനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കന്ദഷഷ്ഠിയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇന്നലെ ഒരു കഥ കുറച്ചാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ജരാസന്ധനെ നമ്മൾ വധിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് യാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ജരാസന്ധനെ വധിച്ചു. എല്ലാവരും കൂടി തിരികെ പോയിട്ടോ. അവിടെ പോയിട്ട് കാര്യാലോചനയാണ്. ഇനി എങ്ങനെയൊക്കെയാണ് യാഗം നടത്തേണ്ടത്, ഇനി ആരൊക്കെയാണ് വിളിക്കേണ്ടത്, കാരണം അനേകം രാജാക്കന്മാരെ വിളിക്കണം, എല്ലാവരും വേണം ഈ ഒരു രാജസ്വയം നടത്താനായിട്ടേ. അപ്പം അവരെയൊക്കെ ക്ഷണിക്കാനായിട്ട് ഓരോരുത്തർ പോകുകയാണ്. അങ്ങനെ ദുര്യോധനനെയും കൂടെ ക്ഷണിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. ഭീമസേനനും അർജുനനും കൂടിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തി, നമസ്കാരം ദുര്യോധനേട്ട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ക്ഷണിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭീഷ്മരെയും ധൃതരാഷ്ട്രരെയും എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും വരുന്നുമുണ്ട്. അപ്പോൾ ക്ഷണിക്കാനായിട്ട് എത്തിയപ്പോൾ ദുര്യോധനൻ ആദ്യമേ അറിഞ്ഞിരിക്കണം രാജസ്വയം നടക്കുന്നുണ്ടെന്നൊക്കെ.
അപ്പോൾ ആൾക്ക് പോകണം എന്നും ആഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ അവരെന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ കാണാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് പോകാനായിട്ട്. പക്ഷെ ക്ഷണിച്ചാലല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്ഷണിക്കാൻ വന്നപ്പോൾ നല്ല സന്തോഷമായി. ദുര്യോധനാണെങ്കിലോ മുൻപൊരിക്കൽ ഇതുപോലെ രാജസൂയം നടത്താനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്തു. കൃഷ്ണനെ വിളിച്ചില്ല കേട്ടോ. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല. ദ്വാരകയിലുള്ളവരെയും വിളിച്ചിട്ടില്ല, പാണ്ഡവരെയും വിളിച്ചിട്ടില്ല. അവരെ ആളുകളായിട്ട് കണക്കാക്കിയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് അവരെ ഒന്നും വിളിക്കാതെ ഒരിക്കൽ ഇതുപോലെ രാജസൂയം നടത്താനായിട്ട് ഒരു പദ്ധതി ഇട്ടുണ്ടായിരുന്നു. ദുര്യോധനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഭൂരിഭാഗം പേരും ദുര്യോധനന്റെ കൂടെയാണ്. പിന്നെ പണമാണെങ്കിലോ വേണ്ടുവോളുണ്ട്. അതും നന്നായി വേണമല്ലോ നടത്താനായിട്ട്. എല്ലാവർക്കും ദാനധർമാദികളൊക്കെ ചെയ്യണം. പിന്നെ ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയുള്ള കൂട്ടുകാരുണ്ട്. അവർക്കും ഇഷ്ടം പോലെ സ്വത്തുവകകളുണ്ട്. അവരൊക്കെ എല്ലാം തന്ന് സഹായിക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ രാജസൂയം നടത്താനായിട്ട് പാണ്ഡവരെയൊക്കെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് എല്ലാവരും ഋത്തിക്കുകളെയൊക്കെ ക്ഷണിച്ചിട്ട് അവർക്കെല്ലാം വേണ്ട രീതിയിൽ സദ്യയൊക്കെ കൊടുത്തു. അങ്ങനെ രാജസൂയം നടത്താനായിട്ട് ഒരിക്കൽ തീരുമാനിച്ചു. പക്ഷെ അന്നത് നടന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം ദുര്യോധനന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് രാജസൂയം നടത്താൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. വേണമെങ്കിൽ അച്ഛൻ നടത്തിക്കോട്ടെ, പക്ഷെ മകൻ നടത്താനായിട്ട് പാടില്ല. അന്ന് അത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അച്ഛൻ രാജസൂയം നടത്തണ്ട, ധൃതരാഷ്ട്രം നടത്തണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണ് പാണ്ഡവര് രാജസൂയം നടത്തുന്നുണ്ടെന്ന് കേട്ടതേ. അതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ക്ഷണിക്കാനായിട്ട് ഇവർ വരുന്നത്. ക്ഷണിക്കാതെ പോകില്ല ദുര്യോധനൻ, ക്ഷണിക്കാനായിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഇന്ന ദിവസമാണ്, എന്തായാലും ഉടനെ തന്നെ വരണം. അപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് എല്ലാ, കർണനും കൂടെ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു കർണനെയൊക്കെ ഞങ്ങൾ നേരത്തെ ക്ഷണിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടെ, എല്ലാവരും കൂടെ, ഭീഷ്മരും എല്ലാവരും കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ദുര്യോധനൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വെറുതെ വന്നാൽ മതിയോ, ഇത് കാണാനായിട്ടാണോ ഞങ്ങൾ വരണത് എന്ന് ചോദിച്ചു. അതല്ല, നിങ്ങൾക്ക് അവിടെ വേണ്ടുവോളം പണികളുണ്ട്. നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ അത് മുഴുവനായിട്ട് ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സഹായം വേണോ എന്ന് ചോദിച്ചിട്ട് ദുര്യോധനൻ, തീർച്ചയായിട്ടും വേണം, നിങ്ങൾക്കും അവിടെ ഓരോരോ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലവർ അങ്ങനെയാണല്ലോ, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വീടുകളിലെ കല്യാണങ്ങൾ, ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കമ്മിറ്റിക്കാരുണ്ടായിരിക്കും. അവരുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അവരെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കും. എല്ലാവരും വന്നോളൂ കേട്ടോ, കറക്റ്റ് സമയത്തിന് തന്നെ എത്തിക്കോളൂ കേട്ടോ, എല്ലാ കാര്യങ്ങളിലും ഓടി നടന്നിട്ട് എല്ലാം വേണ്ട വിധം ചെയ്തോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക സന്തോഷം. അവരുള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നത് എന്ന് അവർക്ക് തോന്നും. അവരില്ലെങ്കിലും അതെല്ലാം നടക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാനായിട്ട് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ദുര്യോധനന്റെ അടുത്തും പറയാണ്, ദുര്യോധനൻ വന്നാലേ, സഹായിച്ചാലേ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനനും സന്തോഷമായി. അങ്ങനെ അവരെല്ലാവരും കൂടെ പോകുന്നുണ്ട് രാജസൂയത്തിനായിട്ട്. ശിശുപാലൻ വരില്ല എന്ന് പറഞ്ഞിട്ട് സഹദേവനും അവിടേക്ക് എത്തിയിട്ടോ. അപ്പൊ പിന്നെ എനിക്കെന്താ പണിയെന്ന് ദുര്യോധനൻ ചോദിച്ചു. അപ്പൊ ഇതാ ഖജനാവിന്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഖജനാവിന്റെ കാര്യങ്ങളാണ്, പണമിടപാടുകളൊക്കെയാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു. ദുര്യോധനന് സന്തോഷമായി. ദുര്യോധനൻ അലമാര തുറന്നിട്ട് ബ്രാഹ്മണനൊക്കെ വരുമ്പോൾ അവർക്ക് നൽകാനായിട്ട് വേണ്ടുവോളം പണം എടുക്കുക, കർണനെ ഏൽപ്പിക്കുക. കർണനാണ് ദാനം ചെയ്യണത്. അപ്പൊ വേഗം ഈ ധാരാളം ഇങ്ങനെ പണം എടുത്ത് കഴിയുകയാണെങ്കിൽ അത് തീരൂലോ. അപ്പൊ പിന്നെ രാജസൂയം എങ്ങനെ തുടർന്നുകൊണ്ട് പോകും? അങ്ങനെ ഒരു മോശം ചിന്ത കൂടെ ദുര്യോധനന്റെ മനസ്സിലുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും അങ്ങനെ ഓരോരോ പണികളായിട്ടാണ് ഏൽപ്പിക്കണത്. അർജുനൻ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുക. പിന്നെ സഹദേവനാകട്ടെ പൂജാതി കാര്യങ്ങളൊക്കെയാണ്. സഹദേവനെ സഹായിക്കലാണ് നകുലന്റെ ജോലി. പിന്നെ ഭീമനാണ് പാചകം. ദേഹണ്ഡം ഭീമന്റെ കയ്യിലാണ് കേട്ടോ. അത് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും, നന്നായി പാചകം ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ പാഞ്ചാലി ബാക്കിയുള്ള എല്ലാവരെയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനായിട്ട് പാഞ്ചാലി ഉണ്ട്. പിന്നെ മായനുണ്ട്, വിശ്വകർമാവിന്റെ പുത്രനാണ്. പന്തലൊക്കെ ഇടാനും, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കാനും, അതേപോലെ തന്നെ ഇപ്പോൾ ഹാളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മായന്റെ ചുമതലയാണ്. അതൊക്കെ എല്ലാവരെയും ഏൽപ്പിച്ചു. അങ്ങനെ ഭഗവാൻ ചോദിച്ചു, എനിക്കെന്താ പണി എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഞെട്ടി. കാരണം ഭഗവാനെ എന്താ പണിന്ന് ആരും ഇതുവരെ കൽപ്പിച്ചു കൊടുത്തിട്ടില്ലേ. ബാക്കി എല്ലാവർക്കും വേണ്ടുവോളം പണികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഭഗവാൻ ചോദിക്കുന്നത്, എനിക്കെന്താണ് ഇവിടെ പണി എന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്കിവിടെ പണിയൊന്നുമില്ലെങ്കിൽ ഞാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനെ ഒരാള് പണി കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. എന്താണ് ഭഗവാന്റെ ധർമ്മം, എന്താണ് ഭഗവാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. അതേപോലെ എന്താണ് ഭഗവാനെ പണിയായിട്ട് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതുമുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാട്ടോ. നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ നമുക്ക് 2,88,511 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്.
അപ്പോൾ എല്ലാവരും വളരെ നന്നായി തന്നെ നാമം ജപിച്ചോളൂ. പിന്നെ സ്കന്ദഷഷ്ടിയെക്കുറിച്ചും അതിൻ്റെ വ്രതത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഈ അവസാനം ചോദിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആരാണ് ഭഗവാനെ പണി നൽകാനായിട്ട് എത്തുന്നത്? എന്ത് ഉത്തരവാദിത്തമാണ് ഭഗവാന് കൽപ്പിച്ച് നൽകിയത്? അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും ഈ കഥയുടെ അടുത്ത ഭാഗമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.